SSLC പരീക്ഷയ്ക്ക് മലയാളം പേപ്പർ പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്ക് സാധാരണ അനുഭവപ്പെടുന്ന ഒരു വൈഷമ്യമാണ് വേണ്ടത്ര എഴുതാൻ കഴിയുന്നില്ല എന്നത്. ഉദാഹരണം, ഉപന്യാസം, എഡിറ്റോറിയൽ തുടങ്ങിയ ദൈർഘ്യമേറിയ ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഏതാണ്ട് ഒരു പാരഗ്രാഫ് എഴുതി കഴിയുമ്പോഴേക്ക് അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം എഴുതി തീർന്നു പോകുന്നു എന്നതാണ് പ്രശ്നം. ഒരു പേജിൽ കൂടുതലോ എഴുതേണ്ട സാഹചര്യത്തിൽ ഏതാണ്ട് ഒരു പാരഗ്രാഫ് കൊണ്ട് ഉത്തരം മുഴുവൻ തീർന്നു പോകുന്നു. സ്വാഭാവികമായും ആ ഉത്തരത്തിൻ്റെ മാർക്ക് പൂർണ്ണമായും ലഭിക്കാതെ വരുന്നു. ഈ പ്രശ്നം അല്പം സാവകാശം പരിശീലിച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും മറികടക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എഡിറ്റോറിയൽ എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന രീതിയെക്കുറിച്ച് ഇനി പറയാം. എന്താണ് എഡിറ്റോറിയൽ എന്ന് ആദ്യം തിരിച്ചറിയുക. പത്രങ്ങളിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ഘടകമാണ് എഡിറ്റോറിയൽ. ഇത് ആ പത്രത്തിൻ്റെ അഭിപ്രായമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മലയാളത്തിൽ മുഖപ്രസംഗം എന്നും പറയുന്നു. ഇത് ഒരു വാർത്തയല്ല, പത്രത്തിൽ വരുന്ന ഒരു വാർത്തയല്ല. ഇതിൻ്റെ ആകൃതി ശരിക്കും തിരിച്ചറിയണം. അത് ആ രീതിയിൽ തന്നെയാണ് ഉത്തരം നമ്മൾ എഴുതേണ്ടത്. ഒരു ഉപന്യാസം എഴുതുന്നത് പോലെ പാരഗ്രാഫ് തിരിച്ച് തന്നിരിക്കുന്ന കടലാസിൽ മുഴുവനായിട്ട് എഴുതുന്ന ഒന്നല്ല എഡിറ്റോറിയൽ. എഡിറ്റോറിയലിന് വീതി കുറഞ്ഞ് നീളം കൂടിയ ഒരു ഘടനയാണുള്ളത്. അത് പത്രങ്ങളിൽ നോക്കി തിരിച്ചറിഞ്ഞ് അതെഴുതി ശീലിക്കണം. കാരണം പരീക്ഷാ പേപ്പറിൽ മൂല്യനിർണ്ണയം നടത്തുന്ന വ്യക്തിക്ക് താൻ മൂല്യനിർണ്ണയം ചെയ്യുന്നത് ഒരു മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ ആണ് എന്നുള്ള ഒരു പ്രതീതി ലഭിക്കണം. അതിനു വേണ്ടി അതിൻ്റെ ബാഹ്യരൂപം പ്രത്യേകം ശ്രദ്ധിച്ച് ശീലിക്കുക. സാധാരണ ഒരു എഡിറ്റോറിയലിന് കാലിക പ്രസക്തി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു സുപ്രധാനമായ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും പത്രത്തിൽ എഡിറ്റോറിയൽ വരിക. ആ വിഷയത്തെക്കുറിച്ച് പത്രാധിപരുടെ അഭിപ്രായം കൂടിയായിരിക്കും എഡിറ്റോറിയൽ. ഇത് വളരെ മാന്യമായ ശാന്തമായ ഭാഷയിലാണ് എഴുതേണ്ടത്. വിഷയം എത്രയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ളതാണ് ആയാൽ പോലും വൈകാരിക ക്ഷോഭം വാക്കുകളിൽ പാടില്ല. ഇതൊരു വിമർശനം അല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ആ സാമൂഹ്യ പ്രശ്നത്തെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വിശദമായി പരിഗണിച്ചു കൊണ്ടെഴുതുന്ന ഒരു കുറിപ്പാണ് എഡിറ്റോറിയൽ. ഇത് അധികാരികൾ ശ്രദ്ധിക്കാനും അതനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു പ്രേരണ ചെലുത്തുന്നതും കൂടിയാണ് ഈ കുറിപ്പ്. മിക്കപ്പോഴും ഇത് സാമൂഹ്യ പ്രശ്നങ്ങളെയാണ് കൈകാര്യം ചെയ്യുക. തൊട്ടടുത്ത് നടന്ന ഏതെങ്കിലും സാമൂഹ്യ പ്രശ്നമാണ് ഇതിൻ്റെ വിഷയമായിട്ട് ഉണ്ടാവുക. ഈ പ്രശ്നത്തെ അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകിയിരിക്കണം. ഇതിന് ഒരു ശീർഷകവും തീർച്ചയായിട്ടും നൽകിയിരിക്കണം. ഇത്രയുമാണ് ബാഹ്യരൂപം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇതിൻ്റെ ഉള്ളടക്കം എങ്ങനെ നമ്മൾ എഴുതുന്നു? സാധാരണ കുട്ടികൾക്ക് ധാരാളം എഴുതാൻ കഴിയുന്നില്ല എന്ന പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് എഴുതുന്നതിന് ഒരു പ്രത്യേക രീതി നമുക്ക് അവലംബിക്കാം. ആദ്യം വിഷയം എന്താണ് എന്ന് പരിചയപ്പെടുത്തുക. ചെറിയ ഒരു പാരഗ്രാഫ്. ഇത് ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും.
ചോദ്യം അനുസരിച്ച് ഏത് തരത്തിലുള്ള എഡിറ്റോറിയൽ എഴുതാനാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് അത് തന്നെയാണ് വിശദീകരിക്കുന്നത് ഒന്നാമത്തെ പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ ചെറിയ പാരഗ്രാഫ് തിരിച്ചുകൊണ്ട് എഴുതാൻ അടുത്ത പാരഗ്രാഫിൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എഴുതുക, പ്രസക്തി എഴുതുക. അതിനടുത്ത പാരഗ്രാഫിൽ ഇത് ഏത് തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്ന് വിശദീകരിക്കണം. ഇപ്പോഴും നമ്മൾ എഡിറ്റോറിയലിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നിട്ടില്ല. തുടർന്ന് ഈ പ്രശ്നത്തിൻ്റെ ഗുണപരമായ വശങ്ങളെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. ഏത് വിഷയമായാലും അതിന് ഗുണപരവും ദോഷപരവുമായ വശങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ ഗുണപരമായ വശങ്ങൾ ആദ്യം എഴുതുക. അതിനുശേഷം ഇത് നടപ്പായില്ലെങ്കിലുള്ള ദോഷങ്ങളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. വിശദമായി തന്നെ എഴുതുക. തുടർന്ന് അടുത്ത പാരഗ്രാഫിൽ ഇത് കേരളത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നാണ് വിശദീകരിക്കേണ്ടത്. അറിയാവുന്ന പത്രവാർത്തകളും കേട്ടറിവുകളും എല്ലാം ഇവിടെ പ്രയോജനപ്പെടുത്തണം. അതിനടുത്ത പാരഗ്രാഫ് ഇതേ വിഷയം തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശദീകരിക്കേണ്ടത്. അതിനടുത്ത പാരഗ്രാഫിൽ നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ കടന്ന് ലോക രാഷ്ട്രങ്ങളിൽ ഈ പ്രശ്നം ഏത് രീതിയിൽ പ്രതിബിംബിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ടെലിവിഷൻ വാർത്തകളുടെയോ പത്രവാർത്തകളുടെയോ പിൻബലത്തോടുകൂടി അവതരിപ്പിക്കണം. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പേജോളമായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. അടുത്ത പാരഗ്രാഫിൽ ഈ സാമൂഹ്യ പ്രശ്നം ഉയർത്തുന്ന ഭീഷണി മനുഷ്യരാശിക്ക് എത്രമാത്രം ദോഷകരമായിരിക്കുമെന്നാണ് വിശദീകരിക്കുന്നത്. തുടർന്നാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പാരഗ്രാഫ്. ഈ പരിഹാര മാർഗങ്ങൾ മിക്കവാറും ചെന്നെത്തുന്നത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലായിരിക്കും. എങ്കിൽ ആര് നടത്തും ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ? അത് പലപ്പോഴും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ചുമതലയാണ്. എങ്കിൽ അടുത്ത പാരഗ്രാഫ് ഈ പ്രവർത്തനങ്ങൾ നടത്തുവാനായി വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്, ബന്ധപ്പെട്ട ആളുകൾ എന്തു ചെയ്താൽ ശരിയാകും എന്നതുകൂടി ചേർത്ത് അവസാനത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ ഇത്തരം പരിഹാര മാർഗങ്ങൾ ചെയ്ത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ച് സമൂഹ നന്മയ്ക്ക് ഒരു പുതിയ വഴിയൊരുക്കാനായിട്ട് നമുക്ക് കഴിയാം എന്ന് പ്രത്യാശിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം. എഡിറ്റോറിയൽ ഇവിടെ അവസാനിക്കുക. ഇപ്പോൾ എന്തായാലും ഒരു 1.5 പേജോളം ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും ഒരു സമ്പന്നമായ ഒരു എഡിറ്റോറിയലാണ്. കാരണം ഇതിൽ എഡിറ്റോറിയലിൻ്റെ ബാഹ്യമായ ഘടന ഇണങ്ങിയിട്ടുണ്ട്. രണ്ടാമത് ഉള്ളടക്കത്തിൽ നമ്മൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജനകീയ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും വിട്ടുപോകാതെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല എഡിറ്റോറിയൽ ആയിരിക്കും. വളരെ ആകർഷകമായ ഒരു ശീർഷകം ഇനി എഡിറ്റോറിയലിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ ആകർഷകമായ ഒരു ശീർഷകം കൂടി നൽകാൻ മറക്കരുത്. അത്രയും ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നല്ല ഗ്രേഡിലൊരു മാർക്ക് ഇതിന് ലഭിക്കും തീർച്ചയാണ്. താങ്ക് യു.